സെബി, കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വളരെ എല്ലാവരെയും ആകാംക്ഷയിൽ എത്തിച്ച ഒരു സംഭവം മുനമ്പത്തെ ആ മനുഷ്യച്ചങ്ങലയാണ്. 27 കിലോമീറ്റർ നീണ്ടുനിന്ന വൈപ്പിൻ മുതൽ മുനമ്പം വരെ നീണ്ടുനിന്നൊരു മനുഷ്യച്ചങ്ങല. മുനമ്പത്തെ ഈ 600 വീട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടണമെന്ന ആവശ്യത്തിൽ ഊന്നിയുള്ള ഒരു സമരമുറയായിരുന്നു. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഏകദേശം നിരവധി ആൾക്കാർ അതിൽ പങ്കെടുത്തു. ഈ ഒരു മനുഷ്യശാലയായിട്ട് നിരവധി ആൾക്കാർ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കൊച്ചി രൂപത, വരാപ്പുഴ അതിരൂപത, അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത ഉണ്ടായിരുന്നു, കോട്ടപ്പുറം രൂപത. അപ്പൊ ഇവരുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഇന്നലെ ആ ഒരു പ്രതിഷേധ റാലി, മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. ഇതിൽ മറ്റ് ആളുകളും, അതായത് സഭാ വ്യത്യാസമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ മറ്റ് മതത്തിൽപ്പെട്ടവരും മറ്റ് സമുദായ സംഘടനകളിൽപ്പെട്ടവരെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏതായാലും ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ഒടുവിൽ മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം ഇത്ര ദിവസമായി, ഏകദേശം 86 ദിവസമായി അവരവിടെ സമരം തുടങ്ങിയിട്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു ജനത അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഭൂമിയിൽ. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. അത് അവർക്ക് ഉറപ്പായിട്ടുള്ളൊരു ഒരു തീരുമാനം, അതിൽ എത്തിച്ചേരേണ്ടത് ഗവൺമെന്റ് ആണ്. എല്ലാവരും സഹായിക്കാമെന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം മുൻപത്തുള്ള ജനതയ്ക്ക് കിട്ടിയിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ഉറപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മുനമ്പൻ ജനതയുടെ കണ്ണീരിൽ ഉപ്പ് കുതിർന്ന സമരം തുടങ്ങിയിട്ട് 86 ദിനങ്ങൾ പിന്നിടുന്നു. വിവിധ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇതിനോടകം മുനമ്പം സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് മുനമ്പം മുതൽ വൈപ്പിൻ വരെ മനുഷ്യച്ചങ്ങല തീർത്ത് മനുഷ്യസാഗരം അണിനിരുന്നത്. ഇനിയും കണ്ണു തുറക്കാത്ത അധികാരികളോട് ചില മുന്നറിയിപ്പുകളാണ് ഈ ജനതയ്ക്ക് നൽകാനുള്ളത്. ഞങ്ങളുടെ മനസ്സും വീടും ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനിയും വലിയ പ്രതിഷേധമാകും മുനമ്പം നൽകുക എന്ന താക്കീതാണ് മുനമ്പം ജനതയ്ക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് മുനമ്പം സമരസമിതി ചെയർമാനായിട്ടുള്ള ജോസഫ് ബെന്നി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? കേൾക്കാം. ആദ്യം തന്നെ അഭിനന്ദനം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഇവിടുന്ന് ഷെക്കേന ന്യൂസ് തത്സമയം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള ആ മനുഷ്യച്ചങ്ങല നിങ്ങളുടെ വ്യത്യസ്തമാർന്ന ഒരു സമരരീതി. ഇനി എന്താണ് മുന്നോട്ടുള്ള പ്ലാൻ? അതായത് കഴിഞ്ഞ ദിവസം ജനുവരി മാസം 4-ാം തീയതി CN രാമചന്ദ്രൻ സാറും ജുഡീഷ്യൽ കമ്മീഷൻ സബ് കളക്ടർ K മീരയും നോഡൽ ഓഫീസർ ആന്റണി ജോസഫ് ഹർട്ടിസും സാറും ഞങ്ങളുടെ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. സന്ദർശനം നടത്തിയതിനു ശേഷം എല്ലാ സ്ഥലങ്ങളും വിശദമായിട്ട് തന്നെ കമ്മീഷൻ നേരിൽ കാണുകയുണ്ടായി. പലരുമായിട്ടും സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം പള്ളിമുറ്റത്ത് വന്ന് ഞങ്ങളോട് സംസാരിച്ചു. അവിടെയുള്ള ധാരാളം ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് താൽക്കാലികം മാത്രമാണ് ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്നത്. അത് ഒട്ടും തന്നെ വേവലാതിപ്പെടേണ്ടതില്ല. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒരു കോടതിയും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മുടെ മനുഷ്യച്ചങ്ങല നടന്നത്. എല്ലാ ആളുകൾക്കും തന്നെ അതൊരു ആവേശമായിരുന്നു. കാരണം ഒരു നിക്ഷിപ്ത താല്പര്യവും കാണിക്കാതെ മുൻകാലങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് CN രാമചന്ദ്രൻ സർ. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുമെന്ന്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ അതോറിറ്റീസും ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ വന്നല്ലോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ പോവുകയല്ലേ, നിങ്ങൾക്ക് സമരം മാറ്റിക്കൂടെ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളതിന് ആ സമയത്തെല്ലാം പറഞ്ഞത് ഞങ്ങളൊരു നിരാഹാര സമരമാണ്, പുറത്തൊന്നും അധികം തന്നെ ഇടപെടലുകൾ നടത്തുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ്. അതിനു മുൻപ് ഞങ്ങളൊരു ചതിയിൽ വീണിരുന്നു. ഗവൺമെന്റിന്റെ അതോറിറ്റി, അതായത് റവന്യൂ മന്ത്രിയും റവന്യൂ വകുപ്പും മന്ത്രിയും വഖഫ് ബോർഡും തമ്മിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ ഈ പറയുന്ന ഞങ്ങളുടെ സ്ഥലത്തിന് കരമടക്കുന്നതിനുള്ള അനുവാദം ഗവൺമെന്റ് അനുവദിച്ചു തന്നത്. എന്നാൽ 2 വ്യക്തികൾ ചേർന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത്. അതായത് വഖഫ് ബോർഡ് അടിയന്തിരമായി അവിടെ ഇടപെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷം അതിൽ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇത് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട്
റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഒരു സമയം ഇരട്ടത്താപ്പാണ് വഖഫ് ബോർഡ് ചെയ്തത്. റവന്യൂ വകുപ്പും അധികാരികളും ഞങ്ങളുടെ MLA KN ഉണ്ണികൃഷ്ണനും അനുബന്ധമായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ വഖഫ് ബോർഡ് പറഞ്ഞു ഓക്കെ കരമടച്ചു കൊടുത്തോ. അതോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ സത്യവാങ്മൂലത്തിൽ മറിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു, പഠിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഞങ്ങളുടെ ഇവിടത്തെ ഒരു മത്സ്യത്തൊഴിലാളി ജോസി കളത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ്, നമ്മൾ നടത്തിയ ചങ്ങല വളരെ നല്ലതായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് അവര് 3 ആളുകൾ പോകുന്ന ഒരു ചെറുവഞ്ചിയിൽ വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും കടലിൽ പോയി മീൻ പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാണ് അവരെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ വിഭാഗം, ഈ മത്സ്യത്തൊഴിലാളി വിഭാഗം അസംഘടിതരാണ്. പക്ഷെ അദ്ദേഹം ശുഷ്കാന്തിയോടുകൂടി പറയുകയാണ്, ഞങ്ങളാണ് വെള്ളത്തിലാണ്ട് പോയപ്പോൾ പ്രളയം വന്ന് ദുരിതത്തിലായ മനുഷ്യരെ വളരെ ആർജവത്വത്തോടുകൂടി ഞങ്ങൾ രക്ഷിക്കാനായി പോയി ജീവൻ പണയം കൊടുത്ത് ഞങ്ങൾ അവരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ആർജവമുള്ള ഞങ്ങള് ഇനി ഇവിടെ നിന്നും റവന്യൂ അവകാശങ്ങൾ അടിയന്തരമായി പുനഃസ്ഥാപിച്ച് തന്നില്ല എങ്കിൽ കേരളത്തിലെ മുഴുവൻ ചെറുവഞ്ചി ആളുകളെ സംഘടിപ്പിച്ചിട്ട്, അതായത് 2 പേരും 3 പേരും പോകുന്ന ആളുകൾ സംഘടിപ്പിച്ചിട്ട് അവർ അസംഘടിതരാണെന്ന് വിചാരിച്ച് ഗവൺമെന്റ് ഒന്നും വിചാരിക്കണം, ഞങ്ങൾ സംഘടിതരായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഞങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തന്നില്ല എങ്കിൽ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുന്നു. പക്ഷെ അതിന്റെ അണിയറ നീക്കങ്ങൾ ജോസി കളത്തിപ്പറമ്പിലും കൂട്ടരും, അതായത് കടലിൽ പോയി മീൻ പിടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ചെറുവള്ളങ്ങളിൽ പോകുന്ന ആളുകൾ ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകളാണ് വൈപ്പിങ്കരയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള വ്യക്തികളും ഞങ്ങളുടെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരും എറണാകുളം ടൗണിൽ പോയി പല സ്ഥലങ്ങളിലും വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന അസംഘടിതരായിട്ടുള്ള വിഭാഗമുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു. അവര് പലരും ഞങ്ങളുടെ ഇതിനോട് ചേർന്ന് ഈ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല, കേരളത്തിലെ അസംഘടിതരായ മുഴുവൻ ഇതേപോലെ ജോലി ചെയ്യുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇപ്പൊ കോട്ടപ്പുറം രൂപതയുമായിട്ടും അതേപോലെ തന്നെ വരാപ്പുഴ രൂപതയുമായിട്ടും അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് അസംഘടിത വിഭാഗത്തിനെ സംഘടിതരാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലെ ഒരു ചേച്ചി ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ സംഘടിക്കും, ഞങ്ങൾ എറണാകുളം ടൗണിലേക്ക് ഇറങ്ങും, ഈ അസംഘടിതരായി ഞങ്ങളുടെ സമരം നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് അവർക്ക് ആവേശമുണ്ടായിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. ഇവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ അസംഘടിതരാണ്, ഞങ്ങൾ അസംഘടിതരാണെങ്കിലും ഞങ്ങൾ സംഘടിതരായി നിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് ഞങ്ങൾ മുൻകൈയെടുത്ത് കേരളത്തിലെ മുഴുവൻ നിർമ്മാണ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് പറയുകയാണ്. അതായത് ഈ ഒരു മനുഷ്യച്ചങ്ങല കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങളോട് കൂടെ നിൽക്കും. അതിനുള്ള ഒരു തെളിവാണ് ഈ സമരത്തിലൂടെ, ഈ മനുഷ്യച്ചങ്ങലയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ കക്കവാരുന്ന ആളുകളുണ്ട് ഇവിടെ. അവർ രാവിലെയും വെളുപ്പിനും അതേപോലെ തന്നെ ഏറ്റവും ഇറക്കവും നോക്കി പോയി കക്കവാരി ഉപജീവനം നടത്തുന്നുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ സംഘടിതരല്ല, അസംഘടിതരാണ്. പക്ഷെ ഞങ്ങൾ സംഘടിക്കുകയാണെങ്കിൽ മുഴുവൻ കേരളത്തിലെ കക്കവാരുന്ന ആളുകളും സംഘടിച്ച് തൊഴിലാളികൾ ചേർന്ന് ഞങ്ങൾ സമരത്തിന്റെ മുഖത്തേക്ക് വരും. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത്, ഈ ഒരു മനുഷ്യച്ചങ്ങല നടത്തിയപ്പോൾ കണ്ട ആ ഒരു വിജയം എല്ലാ മനുഷ്യരിലും ശക്തി ഉണർത്തുന്നു. അവർക്കെല്ലാവർക്കും പ്രചോദനമുണ്ടായി. അതുകൊണ്ട് അടിയന്തരമായിട്ട് കമ്മീഷന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നില്ല എങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ശ്രീ ജോസഫ് ബെന്നി, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു അസാന്നിധ്യം വലിയ തോതിൽ മുനമ്പത്ത് ഉണ്ടായില്ല. നമ്മൾ വൈപ്പിനിൽ ചില ആളുകളെ കണ്ടു. എങ്ങനെയാണ് നിങ്ങൾ അവരെ അറിയിച്ചോ, അതോ അവർ മനഃപൂർവ്വം മാറി എന്നിട്ടാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്?
ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവർക്കും സ്വാഗതമായിരുന്നു. ഒരാൾ പോലും ഈ സമരത്തിലേക്ക് വരണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മതേതരത്വ ബോധമുള്ള, സമത്വ ബോധമുള്ള, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സമരത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ പല ആളുകളും വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. അതായത് ഞങ്ങളുടെ ഈ സമരപ്പന്തലിലേക്ക് ക്ഷണിച്ചിട്ടല്ല ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും. അവരറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മതേതരത്വ ബോധമുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ ഈ പറയുന്ന സമരത്തിന് അടിയന്തിരമായ പ്രശ്നം പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ. ഈ 86 ദിവസം സമരം നടത്തിയിനി ഇനിയും മനുഷ്യച്ചങ്ങലയും നമ്മൾ നടത്തിയിരുന്നു. ഇനിയും ഈ കമ്മീഷന്റെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായില്ലെങ്കിൽ മുനമ്പൻ ജനതയുടെ തീരുമാനം എന്താണ്? ഞങ്ങൾക്ക് ഇത് അനുകൂലമാകും എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം ഇത്രമാത്രം സ്ട്രെസ് എടുത്ത് രാമചന്ദ്രൻ സാർ, CN രാമചന്ദ്രൻ സാറും ടീമും ഇവിടെ വന്ന് ഞാൻ തന്നെ 6 പ്രാവശ്യം സാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, പലരുമായി പോയപ്പോൾ. അങ്ങനെ നടത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും രീതിയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പുതിയ ഒരു ഡോക്യുമെന്റ് കിട്ടിയിരിക്കുന്നത് 1946 ഭാഗാധാരം. എല്ലാവരും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം 1950 ഒരാധാരം. ആ ആധാരം ക്രയവിക്രയം പറയുന്നുണ്ട്. ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ തിരിച്ചു കിട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നു ഇത് വഖഫായി കൊടുത്തതാണെന്ന് പറയുന്ന അതൊരു ഡിസ്പ്യൂട്ട്. പക്ഷേ അതിനു മുമ്പ് 875 ബാർ 1943 875 ബാർ 1123 എന്ന് പറയുന്ന ആധാരം, ആ രജിസ്ട്രേഷൻ എടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നടന്നതാണ്. ആ വഴിയാണ് സിദ്ദിഖ് സേട്ടുവിന് ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത്. ജംബൂബായി 5000 രൂപ വിലയുള്ള പ്രോപ്പർട്ടിയാണ് ഈ 404 ഏക്കർ ഭൂമി സിദ്ദിഖ് സേട്ടുവിന് കൊടുക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. ഈ 404 ഏക്കർ ഭൂമി എന്തുകൊണ്ട് വെറും 5000 രൂപയ്ക്ക് ആ ആധാരത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 404 ഏക്കർ ഉണ്ടായിരുന്ന ഭൂമി അത് ചുരുങ്ങി 1902 അത് ചുരുങ്ങി 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവുമായി മാറി. അതോടൊപ്പം തന്നെ ഇവിടത്തെ താമസക്കാരുടെ കസ്റ്റഡിയിലാണ്, ഈ മത്സ്യത്തൊഴിലാളികളുടെ നോട്ടത്തിലാണ്, അവർ താമസിക്കുന്ന ഭൂമിയാണ് ഇതെന്ന് കണ്ടപ്പോ ജംബുബായിക്ക് തോന്നിയിട്ടുണ്ടാകാം ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും കയറി വരാൻ പറ്റുകയില്ല, എത്തിപ്പെടാൻ പറ്റുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇത് സംഘടിതമായി ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റ് ആയിട്ട് വരും, അതൊരു കോളേജിന് അനുകൂലമായിട്ട് വരും. അങ്ങനെ കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ എനിക്കിത് തിരിച്ചു പിടിക്കാം. ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആമിന എന്ന് പറയുന്ന വ്യക്തിയാണ് ജംബൂബായിയുടെ ഭാഗത്തിൽ വന്നിരിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ഈ ഭാഗാധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ടുവിന്റെ മകൻ കരീം സേട്ടുവിന്റെ മകൻ വരുന്നത് മൂസ സേട്ടുവും 4 സഹോദരിമാരും. കരീം സേട്ടുവിന് 5 മക്കളാണുള്ളത്. അതിൽ മൂസ സേട്ടു മരിക്കുമ്പോൾ ആമിന എന്ന് പറയുന്ന കുട്ടിക്ക് 6 വയസ്സാണ് 1946 1950 ആയപ്പോൾ ഇത് 10 വയസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗാധാരത്തിൽ ആമിനക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഫറൂഖ് കോളേജിൽ കൊടുത്ത ഒരു ഭൂമിയാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് പ്രായപൂർത്തിയായി 16 വയസ്സോ 18 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ കോടതിയിൽ വ്യവഹാരത്തിലൂടെ അവർക്ക് തർക്കമുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ പെർമനന്റ് ഡെഡിക്കേഷൻ, അതായത് വഖഫായി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും കോടതിയിൽ വ്യവഹാരത്തിന് പോകാൻ സാധിക്കില്ല. അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ, അങ്ങനെ പ്രായപൂർത്തിയാകുമ്പോൾ ഒരു തർക്കമുണ്ടാക്കാൻ കോടതിയിൽ പോകാൻ പറ്റുന്ന ഒരു ഭൂമി പെർമനന്റ് ഡെഡിക്കേഷൻ വഖഫായി കൊടുക്കുകയില്ല. ഇതെല്ലാം ഞങ്ങൾ CN രാമചന്ദ്രൻ സാറുമായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ലാന്ന്. ഇന്നിപ്പോ PDPയുടെ, ഞാനിപ്പോ ജസ്റ്റ് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, PDPയുടെ ഒരു നേതാവ് പറഞ്ഞു ഇത് CN രാമചന്ദ്രൻ പറഞ്ഞത് തെറ്റായെന്ന്.
ഇവരെല്ലാവരും പറയുന്നത് കോടതി വിധി ഉണ്ടായിട്ടില്ല. വഖഫ് പ്രോപ്പർട്ടി ആണോ വഖഫ് പ്രോപ്പർട്ടി അല്ലേ എന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ല. അത് വാസ്തവമാണ്. അതുകൊണ്ട് അടിയന്തിരമായി ഗവൺമെന്റ് ഇടപെട്ട് ഈ രേഖകളെല്ലാം പരിശോധിച്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് കണ്ട് ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തരണം. തീർച്ചയായും അത് മുനമ്പം ജനതയോടൊപ്പമാണ്. ഈ കേരളം മുഴുവൻ മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരും മുനമ്പം ജനതയോടൊപ്പമാണ്. ജോസഫ് ബെന്നിയാണ് ഷെക്കൻഡ് ന്യൂസിനൊപ്പം ചേർന്നത്. മുനമ്പം ഭൂസംരക്ഷണ സമിതി